കമ്പയർ യു വിത്ത് അതേഴ്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണത്. അത് നമ്മളിൽ എപ്പോഴും നമ്മളെ പിറകോട്ട് വലിക്കുകയേ ചെയ്യത്തുള്ളൂ ആ ഒരു സാധനം. ഇപ്പം എക്സാം കഴിഞ്ഞ് മാർക്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ മാർക്ക് വേറൊരാളെ മാർക്കുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മളുടെ പഠന രീതി വേറൊരാളുടെ പഠന രീതിയായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. സ്റ്റഡി ഹവേഴ്സ്, ഇപ്പം ഒരു കുട്ടി 8 മണിക്കൂർ പഠിച്ചാൽ തന്നെ അവർക്കത് മതിയാവും. പക്ഷെ വേറൊരാൾക്ക് ചിലപ്പം അതേ സ്ഥാനത്ത് 15 മണിക്കൂറൊക്കെ പഠിക്കേണ്ടി വരും. അപ്പോൾ ഇവർ രണ്ടുപേരും കമ്പയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റേ ഉണ്ടാക്കത്തുള്ളൂ. പിന്നെ നമുക്ക് കുറച്ചൊക്കെ പോസിറ്റീവ് അതിലൂടെ ഉണ്ടാക്കാം കേട്ടോ. അതായത് ഇപ്പോൾ ഹോസ്റ്റലൊക്കെ നിന്ന് പഠിക്കുമ്പോൾ എല്ലാവരും പഠിക്കുന്ന കണ്ടിട്ട് അത് പോസിറ്റീവായിട്ട് എടുക്കാം. ഇവരൊക്കെ എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് അല്ലേ, അപ്പോൾ ഞാനും അവരുടെ കൂടെ പഠിക്കണ്ടേ, വെറുതെ ഉറങ്ങി സമയം കളയുന്ന നേരത്തൊക്കെ അതൊക്കെ മോട്ടിവേഷൻ ആക്കി എടുക്കാം. പക്ഷേ അത് വല്ലാണ്ട് കമ്പയർ ചെയ്യരുത്. എനിക്കത്ര പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, അവരത്ര പഠിക്കണ്ടേ, അത്രയൊക്കെ പഠിച്ചാലല്ലേ കിട്ടുള്ളൂ, അപ്പോൾ ഞാൻ അത്ര പഠിച്ചില്ലെങ്കിൽ എനിക്ക് കിട്ടാണ്ട് പോകുമോ, അങ്ങനെ അത് നെഗറ്റീവായിട്ട് കൊണ്ടുവരരുത്, പോസിറ്റീവായിട്ട് എടുക്കുക അതൊക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു 100 കൂട്ടം ബുക്സ് അവൈലബിൾ ആയിട്ടുണ്ടാവും. ലൈബ്രറിയിലാണെങ്കിൽ ചിലപ്പോൾ സീനിയേഴ്സിൻ്റെ അടുത്ത് ഇത് കിട്ടിയത്, ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം എല്ലാം കൂടെ ഒന്ന് ചേരാൻ എല്ലാവർക്കും കൊണ്ട് നടക്കില്ല. അപ്പോൾ നമ്മൾ 1-2 ബുക്ക് സെലക്ട് ചെയ്യുക, അതൊരു 2-3 തവണ ചെയ്യുക. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്ന ബുക്ക് ആയിരിക്കില്ല തൊട്ടടുത്ത ആൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക, അതായിരിക്കില്ല അടുത്ത ആൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ പാടെ നോക്കിയിട്ട് അയാൾ ആ ബുക്ക് ചെയ്തു, അപ്പോൾ എനിക്ക് അതും കൂടെ ചെയ്യണം, അപ്പോൾ അത് പോയിരുന്ന് ചെയ്യും. ഒരു വേറൊരാൾക്ക് വേറൊരു ബുക്ക് കണ്ടിട്ട് അത് പോയിരുന്ന് ചെയ്യുക. അപ്പം വേറൊരാൾ എന്ത് പഠിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കാൻ പാടില്ല. അപ്പം നമുക്ക് ടീച്ചേഴ്സ് പറഞ്ഞു തരും എന്തൊക്കെ ഇപ്പം ചെയ്യണം എന്നുള്ളത്. സ്ട്രാറ്റജി സ്വന്തമായിട്ട് ഉണ്ടാക്കുക. എല്ലാവരും യുണീക്കാണ്. ഒരാളുടെ പഠന രീതിയിൽ നമ്മൾ പോയി പഠിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ സ്വന്തമായിട്ട് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക, വേറൊരാളിലേക്ക് നോക്കാതിരിക്കുക, വേറൊരാളുടെ സ്ട്രാറ്റജി നമ്മുടെ സ്ട്രാറ്റജി ആയിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും നോട്ട് ചെയ്യുക. നമ്മൾ അറിയാണ്ട് കമ്പയർ ചെയ്ത് പോകും അത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, ഒരിക്കലും ആ ഒരു കാര്യം ചെയ്യരുത്. ഇപ്പോൾ എക്സാമൊക്കെ വരുന്ന സമയത്ത് ഒരു 10 ചാപ്റ്റർ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു പാഠം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത ആളിലേക്ക് നോക്കുമ്പോൾ അയാൾ വേറൊരു ചാപ്റ്റർ പഠിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഈ പഠിച്ച ചാപ്റ്റർ അയാൾ പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അത് കണ്ടിട്ട് അയ്യോ ഞാൻ ആ ചാപ്റ്റർ പഠിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പഠിക്കുന്നതും കൂടെ പഠിക്കാൻ പറ്റാത്ത കോലത്തിലാവും അത് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്യരുത്. നമുക്ക് നമ്മളുടെ രീതി, അയാൾക്ക് അയാളുടെ രീതി.